ഫാമിലിയോട് കൂടി എത്ര ട്രേഡേഴ്സിന് ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റാറുണ്ട്? നമ്മൾ കുറേ സമയം സ്പെൻഡ് ചെയ്യണം എന്നല്ല പറയുന്നത്. കുറച്ച് സമയമുള്ളെങ്കിൽ അത് വളരെ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. അത് എത്ര പേർക്ക് പറ്റാറുണ്ട്? മിക്ക ട്രേഡേഴ്സിനും ഇല്ല. അതാണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ടാണ് നമുക്ക് ട്രേഡിങ്ങിൽ സക്സസ് ആവാൻ പറ്റാത്തത്. നമ്മുടെ ഈ ട്രേഡിംഗ് ലൈഫും നമ്മുടെ ഫാമിലി ലൈഫും ഇത് ഒരേ ആക്സിസിൽ പോകണം. ഈ ഒരേ ആക്സിസിൽ പോയാലാണ് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. രണ്ടിലും ഹാപ്പിനെസ് എന്ന് പറഞ്ഞ സാധനം കൊണ്ടുവരാൻ പറ്റണമെങ്കിൽ നമ്മൾ ഇത് ഒരേ ആക്സിസിൽ കൊണ്ടുപോകാൻ പഠിക്കണം. നമ്മൾ ഫുൾ ടൈം ട്രേഡിംഗ് അല്ലെങ്കിൽ ബാക്ക് ടെസ്റ്റിംഗ്, നെക്സ്റ്റ് ഡേക്കുള്ള പ്രിപ്പറേഷൻ ഇതിനൊക്കെ വേണ്ടി ഇരിക്കാതെ കുറച്ച് സമയം വളരെ ക്വാളിറ്റി ടൈം ഫാമിലിക്ക് വേണ്ടി ഷെഡ്യൂൾ ചെയ്യുക. അത് നമ്മുടെ ട്രേഡിംഗ് ടൈമിന് വേണ്ടി ഷെഡ്യൂൾ ചെയ്യുക. നമ്മുടെ ഡെയിലി റൊട്ടീൻസിന്റെ ഭാഗമായിട്ട് ടൈം മാനേജ്മെന്റ് നമ്മൾ ഇത്ര സമയം ഞാൻ ട്രേഡിങ്ങിൽ ഇരിക്കുകയുള്ളൂ ഡെയിലി. ആ ടൈമിലുള്ള ട്രേഡുകളാണ് ഞാൻ ആ ഒരു സെറ്റപ്പിലേക്കൊക്കെ വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുള്ളൂ. നെക്സ്റ്റ് ഡേ പ്രിപ്പറേഷന് വേണ്ടി ഒരു 1 hour അല്ലെങ്കിൽ 45 minutes അതിൽ നമുക്ക് നെക്സ്റ്റ് ഡേ പ്രിപ്പറേഷൻ ചെയ്യാൻ പറ്റും. ഇതാണ് ടൈം. അങ്ങനെ നമ്മൾ ഷെഡ്യൂൾ ചെയ്യുക. ആ കാര്യങ്ങളൊക്കെ ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. നമുക്ക് ടൈം മാനേജ്മെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ടൈം മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഫാമിലിയോടൊപ്പം നല്ല സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഈ സമയം സ്പെൻഡ് ചെയ്യുന്നതോട് കൂടി നമ്മൾ ഫാമിലിയോട് സംസാരിക്കണം. നമുക്ക് ഇന്ന് ട്രേഡിങ്ങിൽ വന്ന സംഭവങ്ങൾ, നമ്മൾ ഇന്ന് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്തു, അതവരോട് സംസാരിക്കുക. ലോസ് ആണ് വന്നത്, അതും സംസാരിക്കുക. ഇത് സംസാരിച്ചില്ലെങ്കിൽ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആവും. നമ്മൾ ബിഗിനർ ലെവലിലുള്ള ട്രേഡർ ആണെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ലോസ് മേഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഹൈ സ്ട്രെസ് വരും. അത് നമ്മൾ ട്രേഡിങ്ങിന് ഉറപ്പായിട്ടും ബാധിക്കും, നമ്മുടെ ഡിസിഷൻ മേക്കിങ്ങിന് ബാധിക്കും. ഇതെല്ലാം കണക്റ്റഡ് ആയിട്ടിരിക്കുന്ന സംഭവങ്ങളാണ്. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, ഫാമിലിയോട് കൂടി ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക, നമ്മൾ ഇതെല്ലാം ഒരേ ആക്സിസിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക. എങ്കിൽ മാത്രമാണ് നമുക്ക് സക്സസ് ആകാൻ പറ്റുള്ളൂ എന്നൊരു ബോധം നമ്മൾ ഉണ്ടാക്കണം. അത് ഇപ്പോഴും ജനറേറ്റ് ആവാത്ത കുറെ ആൾക്കാരുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ സുഹൃത്തുക്കളോട് പറഞ്ഞപ്പോൾ പോലും അവര് അതിലൊന്നും ഒട്ടും ബോധേടല്ല. അതുകൊണ്ടാണ് ഞാൻ ഇത് കാര്യം പറയേണ്ടി വന്നത്. ഓക്കെ, താങ്ക് യു.